ഹായ് ഹലോ അസ്സാമു അലൈക്കും. രാവിലെ തന്നെ ഇപ്പോൾ രാവിലെ 6:45 കേട്ടോ. ഞങ്ങളൊരു ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞാൻ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ എൻ്റെ ഭംഗി നോക്കാൻ കേട്ടോ. രാവിലെ തന്നെ മുഖമൊക്കെ കഴുകിയപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, പൗഡറും കൺമഷിയും ഒന്നും ഇടാതെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കാൻ കേട്ടോ. മോളിതാ താഴത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പർദ്ദയൊക്കെ ഇട്ട് കണ്ടിട്ട് അവൾ എടുക്കാതിരുന്നപ്പോൾ അവൾ വാശി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അവളുടെ മെയിൻ സ്വഭാവമാണ് ഇപ്പോൾ വാശി പിടിച്ചിരിക്കുക. ഇനി അവളെ പോയിട്ട് ഞാൻ എടുത്താലേ അവൾ എണീറ്റ് വരുള്ളൂ, അല്ലാണ്ട് അവൾ വരികയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങി. ഇത് താഴെയാണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ താഴത്താണ്. ഫുള്ള് പാടത്ത് മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ. ഫോണിൽ കൂടി കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഭംഗി മനസ്സിലാകുന്നുണ്ട് അറിയില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഇക്കാൻ്റെ വീട്. ഒരു തനി നാട്ടുമ്പുറത്താണ് കേട്ടോ വീട് ഇരിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനെ ടൗണിൽ നിന്നൊക്കെ കുറേ ഇങ്ങോട്ട് വിട്ട് മാറിയിട്ട് ഫുള്ളൊരു തനി നാട്ടുമ്പുറമാണ് കേട്ടോ ഇക്കാടെ വീടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എന്താ പറയുക, രാവിലെ തന്നെ ഫുള്ള് മഞ്ഞ് മൂടി കിടന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരത്ത് കണ്ടോ, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കാനാണ് ഇഷ്ടമുള്ളതെന്ന് പറയണം കേട്ടോ. നാട്ടുമ്പുറത്ത് താമസിക്കാനാണോ ഇഷ്ടം അതോ ടൗണിൽ താമസിക്കാനോ ഇഷ്ടം എന്നുള്ളത് പറയണം കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടം ടൗണിൽ താമസിക്കാനാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ നാട്ടുമ്പുറത്ത് താമസിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. എനിക്ക് അങ്ങനെ വലിയൊരു വാശിയൊന്നുമില്ല ഇന്ന സ്ഥലത്തേ നിൽക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഇത് നല്ല നാട്ടും പുറത്തുള്ള നല്ലൊരു ചായക്കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ പ്രായമായ ആൾക്കാരൊക്കെയാണ് ഇട്ടുള്ളത്. നാട്ടുമ്പുറമല്ലേ, പ്രായമായ ആൾക്കാരൊക്കെയാണ് ചായ കുടിക്കാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ 2 പത്തിരിയും പറഞ്ഞു, പിന്നെ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും. അതാണ് ഞങ്ങൾ കുടിക്കാറ്, പാല് കുടിക്കാറില്ല കേട്ടോ. ഇതാ പാടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ ഒരു ചായക്കട ഇരിക്കുന്നതും. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്. നല്ല സ്ഥലമായിരുന്നു. ചായ കുടിച്ച് ഞങ്ങൾ നേരെ പോയത്, ഇന്ന് സൺഡേ ആണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഞാൻ കറി വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ 3 രൂപയ്ക്ക് വെള്ളപ്പം കിട്ടും കേട്ടോ. ചപ്പാത്തി കമ്പനി ഉണ്ട് അവിടെ. വെള്ളപ്പം നൂൽപുട്ടൊക്കെ ചെറിയ പൈസക്ക് കിട്ടും. അപ്പോൾ അത്രയല്ലേ വേണ്ടുള്ളൂ, ഞങ്ങൾക്ക് ആകെ 4 പേർക്ക് അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളപ്പം കൂടി വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. മോള് രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയൊരു മൂഡിലല്ല അവളുള്ളത് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടാണ് പോകുന്നത്. ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്, വാ പോവാൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ വിളിച്ചിട്ട് കൊണ്ടുപോയത്. അപ്പോൾ അത് കാരണം മോളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതുകൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റിലല്ല അവളുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പോയിട്ട് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.